വെൽക്കം ബാക്ക് ടു BKM ടോക്സ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഇന്നിവിടെ കണ്ടുമുട്ടുകയാണ്. അത് നിങ്ങൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു കീർത്തനമാണ് ഇന്നത്തെ കേട്ടോ. പക്ഷെ കീർത്തനം പഠിക്കുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആദ്യം തന്നെ പറയട്ടെ, എന്നോട് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാം. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്നിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ബിനീഷ് മേനോൻ BINESH_Menon 123 ഇതാണ് ID. അപ്പൊ അതിൽ നിങ്ങൾ വന്നാൽ ഞാൻ എൻ്റെ കോൺടാക്റ്റും ഒക്കെ തരാം. യൂട്യൂബിൽ നമ്മൾ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, അതിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ അവിടെ വന്നാൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അലൈപ്പായിലെ അതിന്റെ പല്ലവി ഭാഗം എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അലൈപ്പായുതേ കണ്ണായം മനമതിലലൈപ്പായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിലലൈപ്പായുതേ കണ്ണായം മനമതിൽ അലൈപ്പായുതേ. അപ്പൊ ഗോപസ്ത്രീ പറയാണ്, എന്റെ മനസ്സിൽ അലൈപ്പായുന്നു, അലകൾ ഉണ്ടാകുന്നു. എന്തലകളാണ് ഉണ്ടാകുന്നത് നമ്മൾ ഓർക്കുക. അതായത് നമുക്ക് പല രീതിയിലും ഉള്ളില് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. ടെൻഷൻ കൊണ്ടുണ്ടാവാം, അല്ലെ, വെപ്രാളം കൊണ്ടുണ്ടാവാം, മോഹം കൊണ്ടുണ്ടാവാം, ആശങ്ക കൊണ്ടൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇവിടെ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ നിന്റെ വളരെയേറെ ഭംഗിയുള്ള മനോഹരമായ വേണുഗാനം കേട്ടിട്ട് അതിലാണ് എനിക്ക് അലൈകൾ ഉണ്ടാകുന്നത്. അത് കേട്ടിട്ടാണ് എൻ്റെ മനസ്സിൽ അലൈകൾ. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഞാനിത് പറഞ്ഞു തരുന്നതിന് മുൻപ് ഈ അലൈകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇത് മനസ്സിൽ ഇതിങ്ങനെ കേൾക്കുമ്പം വെറുതെ ഇങ്ങനെ അലയുണ്ടാവുമല്ല. നമ്മളിത് കേൾക്കുമ്പം മനസ്സിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യണത്. എവിടെന്നാ വരണേ എന്നൊരു ഒരു കൺഫ്യൂഷനും അതിലുണ്ട്. മനസ്സ് തേർഡ് ആണ്, മനസ്സ് വാണ്ടർ ചെയ്യാണ്. അതായത് ഗോപികയുടെ മനസ്സ് ഇറ്റ്സ് വാണ്ടറിങ് ആഫ്റ്റർ ലിസണിങ് ദിസ് മ്യൂസിക്. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് വൈ ലിസണിങ് ദിസ് മ്യൂസിക് her heart, her mind wanders like waves in the ocean. അതാണ് ആ തിരമാലകൾ പോലെ മനസ്സ് അശാന്തമായിട്ട് ഇങ്ങനെ എവിടെയാതെന്ന് നോക്കുകയാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കൂ, ഈ ഗോപികയുടെ മൂഡ്, ഇതിന്റെ ഇമോഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. എപ്പോഴും നല്ലതായിരിക്കണം. അവർക്ക് സങ്കടമാണോ, അവർക്ക് ദേഷ്യമാണോ, നിരാശയാണോ, അതോ കൊതിയാണോ, ഇങ്ങനെ കൗതുകമാണോ, ജിജ്ഞാസയാണോ, അത് നിങ്ങൾ കണ്ടെത്തണം. കാരണം ഇതാണ് നമ്മുടെ മുഖത്ത് വരുന്ന ഇമോഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അലൈപ്പായുതേ കണ്ണായൻ മനമതിൽ. അപ്പൊ ഇത് ആദ്യമേ അലൈപ്പായുതേ കാണിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇവിടെ അലപത്നം വിടർത്തി വെച്ച് അലൈപ്പായുതേ രണ്ട് സൈഡും ഒന്ന് അന്വേഷിക്കുക. മനസ്സിലായോ? അലൈപ്പായുതേ എന്നിട്ട് ഇരുന്ന് എഴുന്നേക്കുക. കണ്ണാ എൻ മനമതിൽ, എന്റെ മനസ്സിൽ, എൻ മനമതിൽ, എൻ മനമതിൽ അലൈപ്പായുതേ. 1 2 3 അലൈപ്പായുതേ. എന്തിനാണ്? ആനന്ദ മോഹന വേണുഗാനമതിൽ, പുന്നാനന്ദ മോഹന വേണുഗാനമതിൽ. 2 പ്രാവശ്യം ചെയ്യണം. അലൈപ്പായുതേ കണ്ണാ എൻ മനമതിൽ അലൈപ്പായുതേ പുന്നാനന്ദ മോഹന വേണുഗാനമതിൽ. ഓക്കെ, ഒരു കൈയായില്ലേ? സെക്കൻഡ് വൺ. രണ്ടാമത്തത് ഒന്നോടെ ധൃതയാണ് കേട്ടോ. നാല് പിന്നെ 6. ഓക്കെ, പിന്നെ 1 2 3 4 എന്റെ മനസ്സിലാണ് 1 2 3 4. ക്ലിയർ? അപ്പൊ അലൈപ്പായുതേ കണ്ണായൻ മനമതിൽ. ഓക്കെ, ആ കൈ ഇവിടെ കൊണ്ടുവരാം. എന്നിട്ട്
ക്ലിയർ? 1 2 3 4 1 2 3 4 അലൈപായുതേ. അതിന്റെ ബാക്കി പുന്നാനന്ദ മോഹന 1 2 3 4 ആണ് കേട്ടോ. അപ്പൊ പുന്നാനന്ദ മോഹന വേണുഗാനമതിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പുന്നാനന്ദ മോഹന വേണുഗാനമതിൽ. ഓക്കെ, നല്ല സിമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ അതെങ്ങനെയാണ്? അലൈപായുതേ കണ്ണായൻ മനമതിൽ. വലത്തെ കാലം എടുക്കാം. അലൈപായുതേ പുന്നാനന്ദ മോഹന വേണുഗാനമതിൽ. രണ്ട് കൈയ്യേ. മൂന്നാമത്തത് ഇല്ലേ, അലൈ പായുന്നത് ഉള്ളിലാണ്, പുറത്തല്ല കേട്ടോ. മനസ്സിലാണ് ആ തിരമാലകളുള്ളത്. അപ്പൊ അങ്ങനെ തന്നെയാണ് കാണിക്കേണ്ടത്. നമ്മുടെ മുഖത്താണ് പറയണ്ടത്. അയ്യോ ഇത് എവിടെയാ ഒരു സെറ്റ്. എത്ര ഭംഗിയുള്ളൊരു പാട്ട് അല്ലേ. നമ്മളൊരു പക്ഷേ നമ്മുടെ അയൽപക്കത്തെ വീട്ടിൽ നിന്നൊരു പാട്ട് കേട്ടാൽ, ടൗണിലെ ജംഗ്ഷനിൽ നിന്നൊരു പാട്ട് കേട്ടാൽ നമ്മൾ ചിലപ്പോൾ അതിനകത്ത് ഇങ്ങനെ എവിടെ നിന്നായിരിക്കും കേൾക്കണേ, ഭയങ്കര സന്തോഷം തോന്നും. ബട്ട് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ സോഴ്സ് ഓഫ് ദ മ്യൂസിക് അല്ലേ. അതാണ്. അപ്പൊ അതാണ് ഇവിടെയും കാണിക്കണത്. മൂന്നാമത്തെ അലൈപായുതേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് ഇടുന്നത് കേട്ടോ. മുദ്ര അലൈപായുതേ കണ്ണായൻ മനമതിൽ. കേൾക്കുക. 2 4 തവണ നമ്മൾ ആ പാട്ട് കേൾക്കണം. അലൈപായുതേ കണ്ണായൻ മനമതിൽ അലൈപായുതേ. അപ്പൊ 1 2 3 ആണ് കേട്ടോ. അലൈപായുതേ കണ്ണായൻ മനമതിൽ അലൈപായുതേ പുന്നാനന്ദ മോഹന വേണുഗാനമതിൽ. അതാണ്. അപ്പൊ അലൈപായുതേ കണ്ണായൻ മനമതിൽ പായുതേ പുന്നാനന്ദ മോഹന വേണുഗാനമതിൽ. ചെരിഞ്ഞു കൊടുക്കുക കേട്ടോ. അതിൽ അത് 2 പ്രാവശ്യം. പിന്നെ അടുത്ത തട്ടമിട്ട് നമുക്കിത് എന്തോരം വേണമെങ്കിലും ഇംപ്രൊവൈസ് ചെയ്യാട്ടോ, പ്രശ്നമല്ല. പിന്നെ നോക്കൂല. അതാണ്. സോ നെക്സ്റ്റ് ഇസ് തട്ടമിട്ട്. അതിന് ആദ്യത്തെ തക്കത്തിന് അലൈപായുതേ. അതായത് ഞാൻ നേരെയാണ് കാല് വെക്കുന്നത്, ഇങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ല. അപ്പൊ അലൈപായുതേ കണ്ണാ തക്ക ധിമ്മി ധിമ്മി അലൈപായുതേ കണ്ണായൻ തക്ക ധിമ്മി. ഒരു തക്ക ധിമ്മില് മനമതിൽ. അത് ചെയ്യണം. മനമതിൽ. വീണ്ടും തക്ക ധിമ്മി തക്ക ധിമ്മി. അയ്യോ ഞാൻ നേരെയായിപ്പോയി. തക്ക ധിമ്മി തക്ക ധിമ്മി. വീണ്ടും അതേകൾ തന്നെ കാണിക്കുക. ദെൻ ആനന്ദ മോഹന വേണുഗാനമതിൽ. അത് മുഴുവൻ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. അലൈപായുതേ കണ്ണായൻ മനമതിൽ അലൈപായുതേ പുന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപായുതേ കണ്ണാ കണ്ണാ. ഇതാണ് അതിന്റെ പല്ലവി. ഓക്കെ. ഇപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് ആണ്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്കൊരു ചെറിയ വർക്ക് അതിനു വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അല്ലാണ്ടത് വിഷമിച്ച് അലൈപായുതേ അങ്ങനെയൊന്നുമില്ല. That Gopika is actually happy, but the problem is ഇത് എവിടെന്നാ ഇത് ഞാൻ ഇറങ്ങി നടക്കാം നമുക്കല്ലേ. എവിടെന്നാ വരണേ. അപ്പൊ നമ്മളിങ്ങനെ ജിജ്ഞാസയോടുകൂടി തേടുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ കടലിലെ തിരമാല പോലെ അല്ലേ, ശാന്തമല്ല.
അതാണ് ഉദ്ദേശിക്കുന്നത്. Our mind is not calm and quiet, but it is totally disturbed and searching for the source of the music. കൃഷ്ണ അത് എവിടെയാണ്? അടുത്ത നിങ്ങൾക്കറിയാം, ചില സമയത്ത് നമ്മൾ ശില പോലെ നിന്നു പോകും, ഗോപി ഇങ്ങനെ നിൽക്കും, അതായത് അന്വേഷിക്കാൻ പോലും തോന്നുന്നു. അതിലൊരു അർത്ഥമുണ്ട്. നമ്മുടെ തിരമാലകൾ അടങ്ങി ചിലപ്പോൾ ഭയങ്കര ശാന്തമാവും കടല്, പക്ഷെ ആ ശാന്തത വലിയൊരു തിരക്ക് മുമ്പുള്ള ശാന്തതയായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. So that part we will see in the next video. Okay? Thank you so much. So enjoy. ഇതിന്റെ പാട്ട് ഞാൻ ഇടുന്നില്ല, കോപ്പിറൈറ്റ് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത പാട്ടുണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ഓക്കെ? So take care. Bye. Thank you.